ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാശ്മീർ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഭീകരവിരുദ്ധ സായാഹ്നം നടത്തി. അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ചു നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം. കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ഏപ്രിൽ 26-ന് ബേപ്പൂർ എടത്തോടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടക്കും. കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ നടത്തുന്ന സന്നദ്ധ പ്രവർത്തക സംഗമം ഏപ്രിൽ 27-ന് JDT കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാജശ്രീ കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. കാശ്മീർ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഭീകരവിരുദ്ധ സായാഹ്നം നടത്തി. ദേശീയ വൈസ് പ്രസിഡന്റ് ആഷിഖ് ചെലവൂർ ഉദ്ഘാടനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഭീകരവിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. ദേശീയ വൈസ് പ്രസിഡന്റ് ആഷിഖ് ചെലവൂർ ഉദ്ഘാടനം ചെയ്തു. ആ സങ്കടം ഈ രാജ്യത്തിന്റെ കണ്ണുനീരാണ്. ഈ രാജ്യത്തിലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 140 കോടി ജനങ്ങൾ വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹരമായ രാജ്യത്തെ ഒരുപക്ഷെ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും വേട്ടയാടലുകൾക്ക് വിധേയമാകാൻ ഈ രാജ്യത്തെ വിട്ടുകൊടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം മതേതരത്വ വിശ്വാസികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും കൂടുതൽ കടന്നുപോയത് കാശ്മീരിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ പഹൽഗാം സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, കാശ്മീരിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. ജമ്മു കാശ്മീരിലെ സാധാരണ മനുഷ്യർ അവരെപ്പോഴും അരക്ഷിതരായി ജീവിച്ചവരാണ്. അവിടെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ വിളനിലങ്ങളായി മാറാൻ വേണ്ടി, അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു നാടാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പ്രദേശം എന്ന രീതിയിൽ പാകിസ്ഥാനുമായി ചേർന്ന് ഒരുപക്ഷെ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഇരയാക്കപ്പെടുന്ന ഒരു നാട്. ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ, ട്രഷറർ KMA റഷീദ്, സംസ്ഥാന സമിതി അംഗം A ഷിജിത് ഖാൻ, ഷഫീഖ് അരക്കിണർ, SP ഷലീഖ്, MT സെയ്ദ് ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ചു നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദ സംഘം. ഈ ആവശ്യം ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ജനങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ അന്ധതകളും അനാചാരങ്ങളും ഇളക്കിവിട്ട് ചൂഷണം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമലംഘനവുമാണെന്ന് പ്രവർത്തകർ പറഞ്ഞു. ഗുജറാത്ത് ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസ ദുരാചാര നിയമങ്ങൾ ഗവൺമെന്റുകൾ നിർമ്മിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു. 2008-ലും 2016-ലും കേരള ഗവൺമെന്റിന് മുൻപാകെ കേരള യുക്തിവാദി സംഘം ഈ നിയമം സംബന്ധിച്ച് കരട് ബില്ല് സമർപ്പിച്ചു. എന്നാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇതെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത്. സമൂഹത്തെ ചൂഷണമുക്തമാക്കാൻ യുക്തിവാദ സംഘം പ്രതിജ്ഞാബദ്ധമാണെന്ന തിരിച്ചറിവിലാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യുക്തിവാദ സംഘം സമരപരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 8 സംസ്ഥാനങ്ങളിൽ ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര, അതുപോലെ ആസാം, ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. എന്തിനു പറയുന്നു, മോഡി ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെ ഈ നിയമം നടപ്പാക്കി. എന്തുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ്, LDF ഭരിക്കുന്ന കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഗവൺമെന്റ് അതിന് തയ്യാറാവണം. ഭയപ്പെടേണ്ട കാര്യമില്ല. മതശക്തികളെ ഭയപ്പെട്ടിട്ട് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാൻ മടിക്കാണിക്കരുത് എന്നുള്ളതാണ്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന
സമരപരിപാടി പ്രൊഫസർ കെ ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രകാശ് കറുത്തേടത്ത് അധ്യക്ഷനായിരുന്നു. ഇരിങ്ങൽ കൃഷ്ണൻ, ടി പി മണി, സി എസ് എലിസബത്ത്, കെ എം പുരുഷോത്തമൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ഏപ്രിൽ 26-ന് ബേപ്പൂർ എടത്തോടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടക്കും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 81309800 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ആണ് മലബാറിലെ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ്. അതിന് 75ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് മിംസ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 20ഓളം കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. മിംസ് ഹോസ്പിറ്റൽ വളരെയധികം സഹകരിച്ചിട്ട് ഇത് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 26-ാം തീയതി ശനിയാഴ്ച ബേപ്പൂരിലെ എടപ്പടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. റോട്ടറി ക്ലബ്ബും ആസ്റ്റർ മിംസ് ആശുപത്രിയും സഹകരിച്ച് നടത്തുന്ന കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ഏപ്രിൽ 26-ന് ശനിയാഴ്ച ബേപ്പൂർ BC റോഡ് എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. കാലിക്കറ്റ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയയും ചികിത്സകളും ലഭ്യമാക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചികിത്സ ആവശ്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് സർജറി അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയർ ഇന്റർവെൻഷൻ ആവശ്യമുള്ളവർക്ക്, നിർധന കുടുംബത്തിലാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടും എല്ലാത്തവർക്ക് സൗജന്യ നിരക്കിലും ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ഏകദേശം 250-250ഓളം പേര് ഇപ്പോൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഹോം അപ്ലയൻസസിന്റെ കളക്ഷൻ നടക്കാവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി നടക്കും. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ മൈജി ഫ്യൂച്ചർ നടക്കാവിൽ വരികയാണ്. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ആരും കൊതിക്കുന്ന വിലക്കുറവും മറ്റെങ്ങും ഇല്ലാത്ത ഓഫറുകളും. മൈജി ഫ്യൂച്ചറിന്റെ വിപുലമായ ഷോറൂം ഈ വരുന്ന ഏപ്രിൽ 26 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ നടക്കാവിൽ ഞാനെത്തും. ഉദ്ഘാടനം ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10-ന്. പ്രോഡക്റ്റുകൾ അനായാസം വാങ്ങാൻ മൈജി സൂപ്പർ EMI, അധിക പരിരക്ഷ നൽകുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി, ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസുമായി മൈജി കെയർ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. അപ്പോൾ ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കാവിൽ കാണാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ നടത്തുന്ന സന്നദ്ധ പ്രവർത്തക സംഗമം ഏപ്രിൽ 27-ന് JDT കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിവിധ പാലിയേറ്റീവ് യൂണിറ്റുകളിൽ നിന്നായി 1000-ഓളം പാലിയേറ്റീവ് പ്രവർത്തകർ പങ്കെടുക്കും. ഈ രീതിയിൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ കൂട്ടായ്മകൾ ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംഗമം കോഴിക്കോട് സംഘടിപ്പിക്കുകയാണ്. ഈ സംഗമത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇതിൽ ഇടപെടുന്ന ആളുകൾക്ക് കൃത്യമായ ധാരണയും അറിവും ലഭ്യമാക്കുക വഴി അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പരിചരണത്തിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം വീടുകളിൽ ലഭ്യമാക്കി കൊടുക്കുകയും ഓരോ മനുഷ്യനും, കിടന്നുപോയ ഓരോ മനുഷ്യനും അവന്റെ മരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പരിചരണം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംഘം, ഒരു കൂട്ടായ്മ. ആ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന് എല്ലാ തരത്തിലുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 78 കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് യൂണിറ്റുകളുടെ ജില്ലാതല കൂട്ടായ്മയായ കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയറിന്റെ സന്നദ്ധ പ്രവർത്തകരുടെ സംഗമം ഏപ്രിൽ 27-ന് വെള്ളിമാടുകുന്ന് JDT കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്.
രാവിലെ മുതൽ വൈകിട്ട് വരെ ക്രമീകരിച്ചിട്ടുള്ള പരിപാടികളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകൾ എന്നിവയും ഉണ്ടാകും. രോഗദുരിതങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സമ്പൂർണ്ണ പരിചരണത്തിലൂടെ അവരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ നടത്തിവരുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും MT അനുസ്മരണവും 2 സാഹിത്യകൃതികളുടെ പ്രകാശനവും തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്നു. ഞാൻ അറിഞ്ഞ MT, വായിച്ചോക്ക എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. സാഹിത്യരംഗത്തെ പ്രമുഖരും കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ളവരും MTയെ അനുസ്മരിക്കുന്നതും MT വാസുദേവൻ നായരുടെ രചനകളുടെ ആഴവും വ്യാപ്തിയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതുമായ പുസ്തകമാണ് ഞാൻ അറിഞ്ഞ MT. എഴുത്തുകാരൻ റഷീദ് വെന്നിയൂരാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ. MTയുടെ രചനകളും ജീവിത ദർശനവും ഏതുകാലത്തും സാഹിത്യത്തിന് മുതൽക്കൂട്ടാണെന്നും പുതുതലമുറയ്ക്ക് ഊർജവും ആവേശവും നൽകുന്നതാണെന്നും എഴുത്തുകാരൻ വൈശാഖൻ അനുസ്മരിച്ചു. പക്ഷേ ഇന്നത്തെ കിട്ടുന്ന സമയം ഉപയോഗിച്ച് എഴുതുകയാണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം, അവരവരെ പ്രകടിപ്പിക്കണം. മന്ദാരം ബ്രാൻഡ് അംബാസഡറും ചലച്ചിത്ര താരവുമായ രമാദേവി അധ്യക്ഷയായിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രമുഖ സാഹിത്യകാരൻ വൈശാഖൻ ഞാൻ അറിഞ്ഞ MT എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് വായിച്ചോക്ക എന്ന കൃതിയുടെ പ്രകാശനവും നിർവഹിച്ചു. ലോക കേരള സഭാ അംഗം PK കബീർ സലാല, സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്ത് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കവി ഫ്രെഡി പൗലോസ്, ഗായത്രി, നഗീത, നജീബ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. ഞാൻ അറിഞ്ഞ MT എന്ന വിഷയത്തെക്കുറിച്ച് എഴുത്തുകാരി സുഹറ ഗഫൂർ സംസാരിച്ചു. ജേർണലിസ്റ്റ് റിയാസ് S ഖാൻ, ഡോക്ടർ ക്ലാരിസ് ടോമി, കവി പാലോട്ട് ജയപ്രകാശ് തുടങ്ങിയവരും സംസാരിച്ചു. ഗായിക നാസ് നജീബിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ കവയിത്രിമാരായ രമ്യ S, രാജലക്ഷ്മി കൊച്ചുമഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 3ാമത് ദേശീയ അക്യുപങ്ചർ ശാസ്ത്ര സമ്മേളനം ഏപ്രിൽ 27-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. സയൻസ് കോൺഗ്രസ് ഡോക്ടർ ദാമേ ദാത്യനെ കസാഖിസ്ഥാനും കോൺവെക്കേഷൻ പ്രോഗ്രാം തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും ഉദ്ഘാടനം ചെയ്യും. The Open International University of Complementary Medicines, Colombo, Chancellor Professor Dr. Dame Tatiana Mold, കസാഖിസ്ഥാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ ഓഫ് അക്യുപങ്ചർ സിസ്റ്റം ഓഫ് തെറാപ്പി ബോർഡ് ബാംഗ്ലൂർ, അക്യുപങ്ചർ ഫെഡറേഷൻ കേരള എന്നിവരുടെ സഹകരണത്തോടെ കോഴിക്കോട് ഓറിയന്റൽ അക്കാദമിയാണ് അക്യുപങ്ചർ ശാസ്ത്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രൊഫസർ ഡോക്ടർ ദാമേ ദൗത്യനെ മോൾ കസാഖിസ്ഥാൻ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജോസ് കെ മാണി MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ AR സെമിയുള്ള ബാംഗ്ലൂർ, ഡോക്ടർ മാന SP ബ്രൗൺ ഇറാൻ, ഡോക്ടർ അനീസ് ഫാത്തിമ കർണാടക, സന്തോഷ് പാണ്ഡെ മുംബൈ എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കോൺവോക്കേഷൻ പ്രോഗ്രാം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അക്യുപഞ്ചർ എന്ന മഹത്തായ വൈദ്യശാസ്ത്രത്തിന്റെ ശാസ്ത്രീയമായ വിവരങ്ങൾ കേരളീയ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ പ്രധാന ഉദ്ദേശം. വാർത്താ സമ്മേളനത്തിൽ ഉമ്മർ ഗുരുക്കൾ കോട്ടയ്ക്കൽ, ജുനൈദ് മമ്പാട്, അമൽ V, ജസിൽ മാസ്റ്റർ, മുഹമ്മദ് നുഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്കും. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, മത്സ്യകന്യകമാർ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. ഒരു
ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മറ്റു വരും കൈയോടെ വരണത്? ഇതിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണം മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. CIER സംസ്ഥാന അധ്യാപക സമ്മേളനം ഏപ്രിൽ 27 കല്ലായി OAK കൺവെൻഷൻ സെന്ററിൽ നടക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ആദരിക്കലും പ്രമേയ അവതരണങ്ങളും അവാർഡ് വിതരണവും സംസ്ഥാന സമ്മേളനത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതനേതാക്കന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരുടെയും മീറ്റിംഗിൽ വെച്ച് കേരളത്തിൽ ലഹരി എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് അതിൻ്റെ ഭവിഷ്യത്ത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ആരായുമ്പോൾ അന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു എല്ലാ മദ്രസ അധ്യാപകർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധം നൽകുകയും മദ്രസകളിലൂടെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ലഹരിയുടെ ദൂഷ്യത ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഈ സമ്മേളനത്തിന്റെ പ്രമേയം അങ്ങനെ ഒരു ആശയം കൂടി ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അധ്യാപകരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് മദ്രസ അധ്യാപകർക്ക് വേണ്ടി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അധ്യാപകൻ, പഠിതാവ്, കരിക്കുലം, ക്ലാസ് റൂം, സ്ഥാപനം എന്നീ പ്രധാന തീമുകൾ അടിസ്ഥാനമാക്കി നടത്തുന്ന പഠനങ്ങളും ചർച്ചകളുമാണ് സമ്മേളനത്തിലെ പ്രധാന ഇനം. സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. എക്സലൻസ് അവാർഡുകൾ KNM മർക്കസുദവ സംസ്ഥാന പ്രസിഡന്റ് CP ഉമ്മർ സുല്ലമി വിതരണം ചെയ്യും. ഡോക്ടർ EK അഹമ്മദ് കുട്ടി അധ്യാപകരെ ആദരിക്കും. സമാപന സമ്മേളനം KNM മർക്കസുദവ സംസ്ഥാന ജനറൽ സെക്രട്ടറി M അഹമ്മദ് കുട്ടി മദനി ഉദ്ഘാടനം ചെയ്യും. പ്രതിഭാ അവാർഡുകൾ ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KT അൻവർ സാദത്തും, വിചാരം അവാർഡ് AGM പ്രസിഡന്റ് സൽമ അൻവാരിയ, AGM പ്രസിഡന്റ് ജിദ മനാൽ എന്നിവരും, രചന അവാർഡ് MSM പ്രസിഡന്റ് ജസീൻ നജീബും വിതരണം ചെയ്യും. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 1000-ലധികം മദ്രസ അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഡോക്ടർ IP അബ്ദുൽ സലാം, AT ഹസൻ മദനി, ഇബ്രാഹിം പാലത്ത്, ഷുക്കൂർ കോണിക്കൽ, അബ്ദുൽ വഹാബ് നന്മണ്ട എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവധിക്കാലത്ത് കോഴിക്കോട് ബീച്ചിലെത്തുന്നവർക്ക് അവിസ്മരണീയമായ കടൽക്കാഴ്ചകൾ ആസ്വദിക്കാം. അറേബ്യൻ സീ പ്രദർശന മേളയിലാണ് ടണൽ എക്കോറിയവും മറ്റ് കൗതുകങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് മേള കാണാനായി എത്തുന്നത്. കോഴിക്കോട് ബീച്ചിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്താണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അറേബ്യൻ സീയാണ് ഇത്രയേറെ വിസ്മയങ്ങളുമായി പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 3 അടി നീളമുള്ള സ്വർണ്ണ മത്സ്യവും ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന അനാക്കോണ്ടയും റോബോട്ടിക് ഷോയും പ്രദർശന മേളയെ ആകർഷകമാക്കുന്നു. 250 അടി നീളത്തിൽ തീർത്ത ഗ്ലാസ് തുരങ്കത്തിലൂടെ കടലിനടിയിലെ കാഴ്ചകളും ആസ്വദിക്കാം. നിരവധി കടൽ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നത് ടണൽ അക്വേറിയത്തിലൂടെ കാണാം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ വെക്കേഷൻ കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു ഷോ ആയിരിക്കും കോഴിക്കോട് നടക്കുന്നത്. ആഫ്രിക്കൻ കാടുകളിൽ, ആമസോൺ കാടുകളിൽ മാത്രം കാണുന്ന അനക്കോണ്ട ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യം, പിന്നെ പൂർണ്ണമായും മറൈൻ ഫിഷുകൾ, ഇതെല്ലാം കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ഈ ഷോയിൽ മാത്രമായിരിക്കും. ഇതുകൂടാതെ ഏറ്റവും വലിയൊരു ഫുഡ് കോർട്ട്, ഒരു വിപണന മേള, വിറ്റഴിക്കൽ മേള, ആ തരത്തിലുള്ള ഏകദേശം 2 മണിക്കൂറോളം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഷോയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. രുചിയുടെ വൈവിധ്യങ്ങളുമായി ഫുഡ് കോർട്ടും വലിയ വിലക്കുറവുകളോടെ അടുക്കള ഫർണിച്ചർ ഉപകരണങ്ങളും ബെഡ്ഷീറ്റുകളും മറ്റ് വീട്ടുപകരണങ്ങളും മേളയിലുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ കേട്ടും അല്ലെങ്കിൽ പല വീഡിയോസും കണ്ടിട്ടുള്ള നമുക്ക് പരിചയം മാത്രമല്ലോ റോബോട്ട്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുക്കള അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും റോബോട്ടിൻ്റെ മൊത്തം സെക്ഷനും നമ്മളിവിടെ ടോട്ടലായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ടാവും. അതിന് പുറമെ കുട്ടികൾക്ക് അത് കാണാനും അത് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്.
കാഴ്ചക്കാർക്ക് അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മേളയിലേക്ക് അവധി ആഘോഷിക്കാനായി ബീച്ചിലേക്ക് എത്തുന്നവരുടെ തിരക്കാണ്. കുടുംബത്തോടൊപ്പം എത്തുന്നവർക്ക് വിരസതയില്ലാതെ 2 മണിക്കൂറിലേറെ വിനോദവും വിജ്ഞാനവും നൽകുന്നതാണ് അറേബ്യൻ സീ പ്രദർശന വിപണന മേള. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NIT കാലിക്കറ്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 25-26 തീയതികളിൽ നടക്കുന്ന കോൺക്ലേവിൽ ചിന്തകരും വിദ്യാഭ്യാസ വിദഗ്ധരും പങ്കെടുക്കും. ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് സർവകലാശാല, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, കേരള വെറ്ററിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വയനാട്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് അലൈഡ് സയൻസസ് തൃശൂർ, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഈ 6 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനെ മെന്റർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ NEP-യുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ എങ്ങനെ ഈ NEP-യുടെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് ഇവരെ മെന്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോടനുബന്ധിച്ച് നമ്മൾ ഈ 6 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദേശീയ കോൺക്ലേവ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മോണിറ്ററിംഗ് ആൻഡ് ഔട്ട്റീച്ച് ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020 എന്ന പേരിൽ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാന ചുവടുവയ്പായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020 മൂവിംഗ് ടുവേർഡ്സ് അക്കാഡമിക് എക്സലൻസ് എന്ന വിഷയത്തിൽ ഏപ്രിൽ 25-26 തീയതികളിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കും. കോൺക്ലേവിന്റെ ഉദ്ഘാടനം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ചെയർമാൻ പ്രൊഫസർ അനിൽ സഹസ്രബുദ്ധെ നിർവഹിക്കും. രാജ്യത്തുടനീളമുള്ള പ്രമുഖ ചിന്തകരും അക്കാഡമിക് വിദഗ്ധരും സെഷനുകൾക്ക് നേതൃത്വം നൽകും. NEP 2020 രാജ്യത്തുടനീളം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങളെയും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവൺമെന്റുകളെയും ഒരുമിപ്പിച്ച് സഹകരണത്തിനും വിജ്ഞാനം പങ്കുവയ്ക്കലിനും ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നരുക്കിനി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എളേറ്റിൽ വട്ടോളിയിൽ ആരംഭിച്ച നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനം MK മുനീർ MLA നിർവഹിച്ചു. SCB പ്രസിഡന്റ് C മനോജ് അധ്യക്ഷനായിരുന്നു. KP സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആദ്യ വിൽപ്പന നിഷ KV നിർവഹിച്ചു. നരുക്കിനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP ലൈല, പഞ്ചായത്ത് അംഗങ്ങളായ KK ചന്ദ്രൻ, T രാജു തുടങ്ങിയവർ സംസാരിച്ചു. SCB സെക്രട്ടറി MC ഹരീഷ് കുമാർ, N ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാശ്മീർ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഭീകരവിരുദ്ധ സായാഹ്നം നടത്തി. അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ചു നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം. കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ഏപ്രിൽ 26-ന് ബേപ്പൂർ എടത്തോടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടക്കും. കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ നടത്തുന്ന സന്നദ്ധ പ്രവർത്തക സംഗമം ഏപ്രിൽ 27-ന് JDT കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.